FCRA നിയമ ഭേദഗതി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കകൾ പടർത്തുന്ന വാർത്തയാണ് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പുറത്തു വരുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. വിദേശത്തു നിന്നും ഇവിടുത്തെ NGOകൾ കൈപ്പറ്റുന്ന പണത്തെ സംബന്ധിച്ച് കൃത്യമായ നിയന്ത്രണം ആവശ്യമാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഭേദഗതി ആവശ്യമായി വരുന്നത്. ക്രൈസ്തവ മതസ്ഥാപനങ്ങളെ ഇത് ബാധിക്കുമെന്നുള്ള പ്രചരണം വരുന്നു. ക്രൈസ്തവ മതസ്ഥാപനങ്ങളെല്ലാം നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആകുലതകൾക്ക് ഒരു പ്രസക്തിയില്ല. ഏത് തരത്തിലുള്ള ആകുലതകളുണ്ടെങ്കിലും അത് തുറന്ന ചർച്ചയിലൂടെ പരിഹരിച്ചു മാത്രമേ മുമ്പോട്ട് പോകൂ. അതിന് BJP കൂടെയുണ്ട്. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വളരെ അനുഭാവമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ വിദേശ പണം കൈപ്പറ്റുന്ന പല സ്ഥാപനങ്ങളും രാജ്യവിരുദ്ധമായ പല പണവും വരുന്ന NGOs ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ നിയന്ത്രിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ FCRA ഭേദഗതി നിയമം ആവശ്യമാണ്. അത് ഒരിക്കലും ഇവിടെ മാന്യമായി നടത്തുന്ന ഒരു സ്ഥാപനത്തെയും ബാധിക്കുന്നതല്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നു. നമസ്കാരം. BJPയുടെ പാലാ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശ്രീ ഷോൺ ജോർജ് FCRA റെഗുലേഷൻസിനെ പറ്റി പങ്കുവച്ച വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ് നമ്മൾ കുറച്ചു നേരത്തെ കേട്ടത്. ഇതിന് പല തെറ്റിദ്ധാരണകളും ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഇത് ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ ഉള്ള ഒരു റെഗുലേഷനാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. വാസ്തവമാണ്. കാരണം നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെയും FCRA റെഗുലേഷൻസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. മറിച്ച് ഇത് ചെന്നുകൊള്ളുന്നത് ആർക്കാണ്? ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് ഫണ്ട് തിരിമറി നടത്തുന്ന അല്ലെങ്കിൽ വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്ന NGOകളുണ്ട് നമ്മുടെ നാട്ടിൽ. അത് പലതും പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. അതൊക്കെ പറയുന്നതിന് മുന്നേ ആദ്യം നമുക്ക് FCRA റെഗുലേഷൻസ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. ഇതിലേറ്റവും പ്രധാനമായും വിദേശ സംഭാവനകൾ ന്യൂഡൽഹിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ FCRA അക്കൗണ്ടിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാവൂ. വിദേശ ഫണ്ടുകളുടെ 20% കൂടുതൽ ഭരണപരമായ ചിലവുകൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. 2020 ഇത് 50% നിന്ന് കുറച്ചിരുന്നു. ഇനി സബ് ഗ്രാൻഡിങ് ഇല്ല. വിദേശ സംഭാവനകൾക്ക് മറ്റ് സംഘടനകൾക്കോ വ്യക്തികൾക്കോ പണം കൈമാറുന്നതിനുള്ള നിരോധനമാണ്. വ്യക്തികൾക്കും NGOകൾക്കും വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതിന് FCRA രജിസ്ട്രേഷനോ മുൻകൂർ അനുമതിയോ ഉണ്ടായിരിക്കണം. രജിസ്ട്രേഷൻ 5 വർഷം വരെ നീണ്ടു നിൽക്കും. ഇനി ആധാറിൻ്റെ ആവശ്യകതയാണ്. സ്ഥാപനത്തിലെ എല്ലാ പ്രധാന പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും ആധാർ നമ്പർ നിർബന്ധമാണ്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 പ്രകാരം ലൈസൻസുകൾ നഷ്ടപ്പെടുന്ന സംഘടനകളുടെ ആസ്തികളുടെ കർശനമായ മാനേജ്മെൻറ്റ് നിർദ്ദേശിച്ച മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു. ഇനി ബന്ധുക്കളിൽ നിന്ന് എങ്ങനെ സംഭാവനകൾ സ്വീകരിക്കാമെന്നുള്ളതാണ്. സർക്കാരിനെ അറിയിക്കാതെ തന്നെ വ്യക്തികൾക്ക് വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് പ്രതിവർഷം 10 ലക്ഷം വരെ സ്വീകരിക്കാം. അതിനുശേഷം അത് പ്രഖ്യാപിക്കണം. 1 ലക്ഷത്തിൽ നിന്ന് അപ്പോൾ ആരംഭിക്കും. ഇനി പുതുക്കൽ എങ്ങനെയാണ്? സ്ഥാപനങ്ങളുടെ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും പുതുക്കലിന് സമയബന്ധിതമായി ഫയൽ ചെയ്യുകയും വേണം. ചിലപ്പോൾ സമയപരിധിക്കുള്ളിൽ ഫയൽ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് കാലാവധി നീട്ടലും അനുവദിക്കുന്നുണ്ട്. ഇനി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മറ്റൊരു ചട്ടം സസ്പെൻഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. 360 ദിവസം വരെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുവാൻ സാധിക്കും. അന്വേഷണ സമയത്ത് ഫണ്ട് ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുവാനും കഴിയും എന്നുള്ളതാണ്. ഇതാണ് പ്രധാനമായും ഇതിനകത്തേക്ക് വന്ന, അതായത് FCRA റെഗുലേഷൻസിൽ വരുന്ന FCRA ചട്ടങ്ങൾ ഇതൊക്കെയാണ്. ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചട്ടങ്ങൾ, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില നോംസുകൾ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ മുൻ സൂചിപ്പിച്ചതുപോലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ NGOകളെ ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും ഭീകരവാദവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2014 മുതൽ ഏകദേശം 20,000 NGOകളുടെ ലൈസൻസാണ് റദ്ദാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി
ഭീകരവാദ പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്ന നിരവധിയായിട്ടുള്ള NGOകളൊക്കെ ജമ്മു കാശ്മീരിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം NGOകളുടെ ലൈസൻസുകൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീർ പോലുള്ള പ്രദേശങ്ങളിൽ വളരെ സജീവമായിരുന്നു ഇത്തരം NGOകൾ. ഇനി നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ പോപ്പുലർ ഫ്രണ്ട്, നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട്, അതിപ്പോൾ രൂപവും ഭാവവും ഒക്കെ മാറി SDPI ആയി പരിണാമം പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേങ്ങരയിലും മഞ്ചേശ്വരത്തും നേമത്തുമടക്കം പല ഇടങ്ങളിൽ നേമത്ത് അത് ഇടതുപക്ഷത്തെയാണ് സഹായിക്കുന്നു, വേങ്ങരയിൽ അത് ഇടതുപക്ഷത്തെ സഹായിക്കുന്നു. ഇനി അങ്ങ് കാസർഗോഡേക്ക് പോയാൽ അത് UDFനെയാണ് സഹായിക്കുന്നത്. അതായത് മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഒക്കെയാണ് സഹായിക്കുന്നത്. ഇവർ ഏകദേശം കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയൊക്കെ വിഴുങ്ങിയിട്ടുണ്ട്, ഇടതുപക്ഷത്തിനെയും ഏറെക്കുറെ വിഴുങ്ങി വരുന്നു. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിക്കപ്പെട്ട സംഘടന എത്ര രൂപയാണ് NGOകളുടെ കൃത്രിമത്വം മൂലം NGOകളെ ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുത്തത്? ഒന്നും രണ്ടുമല്ല, 262 കോടി രൂപയാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഇവർ ഉപയോഗിച്ചതായി കണ്ടെത്തിയത്. അങ്ങനെ ഉള്ള നാട്ടിൽ അവിടെയാണ് നമ്മൾ ഈ FCRA ഫണ്ടിൻ്റെ ദുരുപയോഗം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവന്നത്. അതിനെയാണ് ചില മാനിപ്പുലേഷൻസ് ഒക്കെ നടത്തി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സംഘടനകളടക്കം, മുഖ്യധാര രാഷ്ട്രീയ സംഘടനകളടക്കം ഈ FCRA റെഗുലേഷൻസിനെ എതിർക്കുന്നത്. നമ്മുടെ നാട്ടിൽ സുരക്ഷിതമായി ജീവിക്കുന്നതിനും അവനവന് വേണ്ട മതവിശ്വാസങ്ങളിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നതിനും ആർക്കും ഒരു തടസ്സവുമില്ല. ഇനി അവർക്ക് NGOകൾ സ്ഥാപിക്കാം, ന്യൂനപക്ഷങ്ങൾക്ക് അവരവരുടേതായ സ്ഥാപനങ്ങൾ, അതിനുള്ള എല്ലാ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളും ആരും തന്നെ ചോദ്യം ചെയ്തിട്ടില്ല. ഫ്രീ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയനെ ഒരു കാരണവശാലും ആരും തടസ്സം ചെയ്തിട്ടില്ല. എന്നിട്ടും എന്തേ ഇതിനെതിരെ ചെളിവാരി എറിയുവാൻ വേണ്ടിയിട്ട് അതിനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു? ഇതിന് വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഭീകരവാദ പ്രവർത്തനം പരമാവധി പുരോഗമിപ്പിക്കുക, പരമാവധി ഊർജത്തോടുകൂടി ഇവിടെ നടമാടുക. കഴിഞ്ഞ ദിവസമാണ് ലഷ്കർ-ഇ തോയ്ബയുടെ ഒരു ഭീകരനെ പഞ്ചാബിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഇന്നിതാ ബംഗ്ലാദേശിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ലഷ്കർ ഭീകരൻ്റെ നെറ്റ്വർക്ക് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും അയാൾ നടത്തിയത് ലഷ്കർ-ഇ തോയ്ബയുടെ വിവിധ യൂണിറ്റുകൾ തുടങ്ങാനുള്ള വളരെ സജീവമായ കർമ്മ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്ന തരത്തിൽ കാര്യങ്ങളെത്തി. ഇയാളെ പല ഇടങ്ങളിൽ നിന്ന് പിടിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടു. പക്ഷേ ഇന്ന് ബംഗ്ലാദേശിൽ നിന്നാണ് പിടിച്ചത് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭ്യമാകുകയുണ്ടായി. ആ രീതിയിൽ പല തരത്തിലാണ് ഭീകരവാദികളെ ഇന്ത്യക്കകത്ത് പല ഇടങ്ങളിലായി പിന്തുണ നൽകുന്നത്. പല സംഘടനകൾ കൂടെ, പല രൂപഭേദങ്ങൾ വരുത്തിയ സംഘടനകൾ കൂടെ, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ ഇവർക്ക് പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. അവരെ ഇലക്ഷനിൽ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ഷന് ശേഷം അവർക്ക് സഹായങ്ങൾ കൊടുക്കുന്നു. ഇനി അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് പോയാൽ പരസ്യമായിട്ടാണ് SDPIയുമായിട്ടുള്ള സഹകരണം. ഇങ്ങനെ ഒരു രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഇത്തരം റെഗുലേഷൻസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക, മുന്നോട്ട് പോകാൻ സാധിക്കുക? ഇതൊക്കെയും ചോദ്യം ചെയ്യപ്പെടേണ്ടവർ ഇതൊക്കെയും മറച്ചു പിടിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും കൃത്രിമത്വം കാണിക്കാനും, ഏതറ്റം വരെയും ഇത്തരം ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ കുട പിടിച്ചു കൊടുക്കാനും, ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് കഞ്ഞി വച്ചു കൊടുക്കുവാനും തയ്യാറായി നിൽക്കുന്നിടത്താണ് നമുക്ക് നമ്മുടെ നിയമങ്ങൾ വീണ്ടും ശക്തമാകേണ്ടതിൻ്റെ ആവശ്യകത ഉയരുന്നത്. ഇല്ലെങ്കിൽ ഭീകരവാദികൾ നമ്മളെ വിഴുങ്ങുന്നതിൻ്റെ സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പോലും കഴിയില്ല. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ 42% ഭീകരവാദ പ്രവർത്തനങ്ങൾ പെരുകിയത്. അവർ മറ്റു രാജ്യങ്ങളിലേക്ക് ഭീകരവാദികളെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന രാഷ്ട്രമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഭാരതത്തിലേക്കും അയക്കുന്നുണ്ട്, ഇപ്പോഴും അയക്കുന്നുണ്ട്. അതായത് ഭാരതത്തിൽ ഈ ലഷ്കർ-ഇ തോയ്ബയുടെ പേരിൽ, ലഷ്കർ-ഇ തോയ്ബയെ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് 5000-ഓളം പാക് പൗരന്മാരെയാണ് ഇവർക്ക് നൽകിയത്. അതും പാകിസ്ഥാനിലെ പട്ടാളം ഇവർക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായം നൽകുന്നുണ്ട്, പരിശീലനം നൽകുന്നുണ്ട്. ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ചട്ടക്കൂടുകൾ ഏറെ സ്ട്രിക്റ്റ് ആകേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടാകുന്നത്. എന്തായാലും FCRA ചട്ടങ്ങൾ ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ആരെതിർത്താലും, ആര് അമർച്ച ചെയ്യാൻ ശ്രമിച്ചാലും
ഈ രാജ്യം മുന്നോട്ട് തന്നെ പോകും എന്നതിന് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. തീർന്നില്ല. തീവ്രവാദ ബന്ധങ്ങളുടെ പേരിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ വളരെയധികം പ്രസിദ്ധനായിട്ടുള്ള സക്കീർ നായിക്, പലരും അദ്ദേഹത്തെ ഒരു ഇസ്ലാമിക യോഗിയൊക്കെ ആക്കി, ഇസ്ലാമിക സന്യാസിയൊക്കെ ആക്കിക്കൊണ്ട് നടന്നിരുന്നു. ഇവിടെ കേരളത്തിനകത്ത് പോലും വളരെ സാധുവായ ഒരു മനുഷ്യൻ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. തീവ്രവാദ ബന്ധങ്ങളുടെ പേരിൽ സക്കീർ നായിക്കിൻ്റെ NGO ആയ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ പ്രകാരം നിരോധിച്ചിട്ടുണ്ട്. ഈ സംഘടനയും ഇത്തരത്തിലുള്ള NGOകളെ മറയാക്കി നിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഫണ്ടുകൾ സമാഹരിച്ചിട്ടുണ്ട്. ആ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ലഭിച്ച ഉത്തരമാണ് എന്തിനാണ് സക്കീർ നായിക്കിൻ്റെ ഈ സംഘടനയെ നിരോധിച്ചത് എന്നത്. അത്തരത്തിൽ ഈ ഭീകരവാദികൾ തന്നെ നേരിട്ടെത്തി രൂപം കൊടുക്കുന്ന സംഘടനകൾ, ഈ സക്കീർ നായിക്കിനെ നമുക്ക് കേരളീയർക്ക് മറക്കുവാൻ പോലും കഴിയില്ല. കാരണം ഐസിസിലേക്ക് ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത നിമിഷ ഫാത്തിമയടക്കമുള്ള പലർക്കും അവർ മതം മാറ്റ സമയത്ത് ഏറ്റവും അധികം കേട്ടത് സക്കീർ നായിക്കിൻ്റെ പ്രസംഗങ്ങളാണ്. ഇത്തരത്തിലുള്ള സത്യസരണി പോലുള്ള അവരുടെ മതം മാറ്റത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളിൽ ഏറ്റവും അധികം മുഴങ്ങിക്കേട്ടത് സക്കീർ നായിക്കിൻ്റെ പ്രസംഗങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത്തരം പ്രസംഗങ്ങൾ അവരെ കേൾപ്പിച്ചത്? ഇസ്ലാമികമായ ചട്ടക്കൂടിനകത്ത്, അതായത് ഏത് ഭീകരവാദ പ്രവർത്തനത്തിനും നാളെ ഇവരെ ഉപയോഗിക്കണം, ആ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ രീതിയിൽ കാര്യങ്ങളെ വളച്ചൊടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ സക്കീർ നായിക്കിൻ്റെ സംഘടനയെ നിരോധിച്ചത്, ഇപ്പോൾ ഇത്തരത്തിലുള്ള ചട്ടങ്ങൾ നിലവിൽ വന്നതും. അതുകൊണ്ട് ഈ രാജ്യം മുൻ സൂചിപ്പിച്ചതുപോലെ ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല. ഭീകരവാദികളെ പൂട്ടുക തന്നെ ചെയ്യും. ഇനി ആർക്കതിൽ സങ്കടമുണ്ടായാലും അതിന് ഒരു സംശയവുമില്ല. ദേശീയതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യ താല്പര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ തീവ്രവാദിയുടെ മുന്നിൽ ശിരസ് കുനിക്കലല്ല. തലയെറുക്കപ്പെട്ട ജഡങ്ങൾ, തലയിറക്കപ്പെട്ട നമ്മുടെ പട്ടാളക്കാർ ഈ രാജ്യത്തിലേക്ക് വന്നപ്പോൾ പോലും മിണ്ടാതെ വായ് മൂടിക്കെട്ടിക്കൊണ്ട് ഇരുന്ന ഭരണകൂടമല്ല ഭാരതം ഭരിക്കുന്നത്. ഇനി ഭാരതത്തിനെതിരെ ഇതര രാജ്യങ്ങൾ, അതായത് നമ്മുടെ അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെ ആക്രമണം നടത്തുമെന്നോ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുമെന്നോ പേരിൽ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു ഭരണകൂടവുമല്ല. തീർച്ചയായിട്ടും അതിൽ അത്യധികം അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ, അത് അങ്ങനൊരു ഭരണകൂടമല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ചങ്കൂറ്റവും ചങ്കുറപ്പും കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് വരുന്നത്. തീർച്ചയായിട്ടും അത് സ്വാഗതാർഹം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.